എറണാകുളം DCC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിന്റെ ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യവുമായ ഡോക്ടർ ജിൻഡോ ജോണാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത്. SFIക്കാർ വിളിച്ചത് കള്ളൻ വെള്ള കതറിട്ടാൽ ഗാന്ധി സമാഗമ KSU എന്ന്. എനിക്ക് അന്നത് മനസ്സിലായൊന്നുമില്ല. ഒരാൾ ഈ വസ്ത്രം മാത്രം ധരിച്ചാലേ കോൺഗ്രസ് ആകുള്ളൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കീറി തുന്നിയ കതർ കുപ്പായവും കതറല്ലാത്ത വേർത്തൊലിച്ച കുപ്പായവും ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ പാർട്ടിയിലുണ്ട്. വസ്ത്രമായിക്കൊള്ളട്ടെ, ഭക്ഷണമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വിശ്വാസമോ ഭാഷയോ എന്തിനും ഇതിങ്ങനെ വേണം എന്ന് നിർബന്ധം പറയുന്നത് അതിലൊരു സംഘപരിവാർ സ്വഭാവമുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ എന്തുകൊണ്ട് M സ്വരാജ് തോറ്റു? അവരെ പോലുള്ള മനുഷ്യർക്ക് കാതു കൊടുക്കാതെ 24 കവചിത വാഹനങ്ങളുടെയും 900 പോലീസിന്റെ അകമ്പടിയോടുകൂടി വലിയ അടിയും ബഹളമായിട്ട് യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തീവ്ര വലതുപക്ഷമാണ്. നമസ്കാരം. അങ്ങിന്ന് കളറുമാണ് ഖദറുമാണ്. ഈ ഖദറിന്റെ രാഷ്ട്രീയം എങ്ങനെയാണ്? അങ്ങേക്ക് ഖദർ വേണമെന്നുണ്ടോ? ഞാൻ പൊതുവെ ഖദർ ഉപയോഗിക്കുന്ന ആളാണ്. കളർ ഉപയോഗിക്കും, ഖദറിന്റെ കളർ ഉപയോഗിക്കും, ഖദർ അല്ലാത്ത വസ്ത്രം ഉപയോഗിക്കും. സൗകര്യത്തിനനുസരിച്ചിട്ടൊക്കെയാണ്, നമ്മളുടെ യാത്രയുടെ അനുസരിച്ചിട്ടൊക്കെയാണ്. ഞാൻ ആദ്യമായിട്ട് ഖദർ ഉപയോഗിക്കുന്നത് ആലുവ UC കോളേജിൽ MA ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പൊക്കെ ആയ സമയത്ത്, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റുപോയി. ഇപ്പോൾ MAക്ക് അഡ്മിഷൻ കിട്ടി കുറച്ച് കാലം. അപ്പോൾ എനിക്ക് ഉച്ചഭക്ഷണത്തിന് ഉണ്ടാകുന്ന പൈസ, വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ കൂട്ടി വെച്ചിട്ടൊരു ആലുവ ബാങ്കിങ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഖാദിയുടെ ഷോപ്പിൽ നിന്ന് ഒരു ഖദർ തുണി മേടിക്കുന്നു. അന്ന് SFIക്കാർ വിളിച്ചത് കള്ളൻ വെള്ള കതറിട്ടാൽ ഗാന്ധി സമാഗമ KSU എന്ന്. എനിക്ക് അന്നത് മനസ്സിലായൊന്നുമില്ല. പിന്നീട് ഖദർ ഒരു ശീലമായി. ഖദറിൻ്റെ തുണിസഞ്ചി ഉണ്ടായിരുന്നു, അത് ഖദറിൻ്റെ മുണ്ടും ഷർട്ടൊക്കെ ശീലമായി. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഖദർ നിർബന്ധമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഖദറിൻ്റെ മൂല്യം ഖദർ ധരിക്കുന്ന ആളാണ്, വസ്ത്രമല്ല. ഇപ്പോൾ ഖദറാണെന്ന് തോന്നുന്ന ലിനനുണ്ട്. 1 മീറ്ററിന് 1000കണക്കിന് രൂപയുള്ള ലിനൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഖദറിന് പോലെ തോന്നുന്ന വഴി സൈഡിലിട്ട് വെക്കുന്ന തുണിയുണ്ട്, 80 രൂപയ്ക്കൊക്കെ മീറ്ററിന് കിട്ടുന്നത്. പലരും പലതും ഉപയോഗിക്കുന്നുണ്ട്. ഒരാൾ ഈ വസ്ത്രം മാത്രം ധരിച്ചാലേ കോൺഗ്രസ് ആകുള്ളൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് തോന്നുന്നത് എൻ്റെ വസ്ത്രം കണ്ടിട്ട് മാത്രമല്ല, എൻ്റെ പെരുമാറ്റം, സ്വഭാവം, ഞാൻ ആളുകളോട് എങ്ങനെ ഇടപഴകുന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭംഗി ഞാൻ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ്. ഞാൻ പ്രസംഗിക്കുന്നതും എൻ്റെ വസ്ത്രധാരണ രീതി മാത്രം കണ്ടിട്ടല്ല. അപ്പോൾ മുഷിഞ്ഞ് നാറിയ കതർ കുപ്പായവും കീറി തുന്നിയ കതർ കുപ്പായവും കതറല്ലാത്ത വേർത്തൊലിച്ച കുപ്പായവും ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ പാർട്ടിയിലുണ്ട്. അവരുടെ വസ്ത്രം ഇങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുള്ളൂ. എന്തിനും നിർബന്ധം പറയുന്നത്, വസ്ത്രമായിക്കൊള്ളട്ടെ, ഭക്ഷണമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വിശ്വാസമോ ഭാഷയോ എന്തിനും ഇതിങ്ങനെ വേണം എന്ന് നിർബന്ധം പറയുന്നത് അതിലൊരു സംഘപരിവാർ സ്വഭാവമുണ്ട് ആനുകാലിക ഇന്ത്യയിൽ. ഗാന്ധി ഖദറിന് വേണ്ടി വാദിച്ചത് വേറൊരു ഉദ്ദേശത്തിലാണ്. അന്ന് വിദേശ വസ്ത്ര ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു സമര ആയുധമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ലോകം മുഴുവൻ ഒരു ഒറ്റ ഗ്ലോബൽ വില്ലേജാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ട്സും ഉണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്സും ഉണ്ട്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് നമ്മുടെ നാട്ടിലെ ചർക്കയിൽ തുന്നിയെടുത്ത നൂൽനൂറ്റ് നമ്മൾ തയ്ച്ചെടുക്കുന്ന തറിയിൽ നെയ്തെടുത്ത വസ്ത്രമേ ധരിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന് നാട്ടിൽ കിട്ടുന്ന ഖദർ മുഴുവൻ നാട്ടിലെ ആളുകൾ കൈകൊണ്ട് നെയ്തതൊന്നുമല്ല, മെഷീനറീസ് ഉപയോഗിച്ച് നെയ്തതാണ്. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞ യന്ത്രവൽക്കരണത്തിന് എതിരായ ഒരു സന്ദേശമല്ലേ അത്. അപ്പം നമ്മൾ വാക്കുകളിൽ മാത്രമല്ല നമ്മൾ അർത്ഥം കണ്ടത്, വാക്കുകളുടെ ഉള്ളിലും കൂടി അർത്ഥം കണ്ടെത്തണം. ഒരാദർശം എന്നുള്ള രീതിയിൽ ഖദർ കോൺഗ്രസ് സ്വീകരിക്കുന്നതിന് കാരണം അതൊരു സാമൂഹ്യ വിപ്ലവമായതുകൊണ്ടാണ്. ഈ രാജ്യത്തിൻ്റെ വിദൂര ദേശങ്ങളിൽ ഇരിക്കുന്ന ഗ്രാമങ്ങളിലുള്ള സ്ത്രീകൾക്ക് പോലും നൂൽനൂറ്റ് അത് കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്നൊരു വരുമാനം ആർജിക്കാൻ പറ്റും. ചെറിയ തൊട്ടുകളാണെങ്കിലും ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളെയും സാമ്പത്തിക സ്വയം പര്യാപ്തത്തിലേക്ക് നയിച്ച ഒരു സാമൂഹ്യ വിപ്ലവത്തിനാണ് ഗാന്ധി ഖദറിലൂടെയും ചർക്കയിലൂടെയും നേതൃത്വം നൽകിയത്. ഈ സംഘപരിവാറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഭാരതാംബ വിവാദം ഉണ്ടല്ലോ, സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഓഫീസുകളിലെ ഒരു പരിപാടിക്ക് ഈ ഭാരതാംബ അത് ആവശ്യമുള്ള ഒരു കാര്യമാണോ? അത് സർക്കാർ നിലപാട് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വിചാരിക്കും സർക്കാർ നിലപാടെന്നല്ല, സർക്കാർ നിലപാട് എന്ന് എനിക്കതിനെ പറയാൻ പറ്റില്ല. ഇപ്പൊ പല മന്ത്രിമാർ, ഇപ്പോൾ V ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി, കൃഷി മന്ത്രി P പ്രസാദൊക്കെ എടുത്ത നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അത് അവരുടെ മാത്രം നിലപാടല്ലേ. കേരളത്തിലെ പൗരബോധമുള്ള മുഴുവൻ മനുഷ്യരുടെയും, ജനാധിപത്യ ബോധമുള്ള മുഴുവൻ മനുഷ്യരുടെയും, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെ ഒരു പൊതു തീരുമാനമാണത്. അതിനെതിരെ നിൽക്കുന്ന സംഘപരിവാറാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇതിൻ്റെ ഒന്നും ഭാഗമല്ലാത്തവർക്ക് 7-7.5 പതിറ്റാണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ കടം കൊള്ളുന്ന ചില സിമ്പിൾസാണിത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന സമയത്തോ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തോ
ദേശീയ ഗാനമായിട്ട് ജനഗണമന സ്വീകരിച്ചപ്പോഴും അശോക ചക്രവും അതുപോലെ സാരാനാഥിലെ സിംഹമുദ്രയും ദേശീയ പതാകയിലെ 3 നിറങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചപ്പോൾ ഭാരതാംബ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ തീരുമാനിച്ചില്ലല്ലോ. അതിൻ്റെ അർത്ഥം അത് വേണ്ട എന്ന് അന്നത്തെ ദേശീയ നേതാക്കന്മാർക്ക് അറിയാമായിരുന്നു. എറണാകുളത്ത് ഭാരത് മാതാ കോളേജ് ഉണ്ട്. അവിടെ ഭാരത് മാതാ എന്ന് പറയുന്ന യേശുവിൻ്റെ അമ്മ കന്യാമറിയത്തെയാണ്. ഭാരതറാണി പള്ളികളുണ്ട് കേരളത്തിൽ പല സ്ഥലത്ത്. ഭാരതറാണി എന്ന് പറയുന്നത് കന്യാമറിയത്തെ കുറിച്ചിട്ടാണ്. നാളെ ഞാൻ ഒരു ക്രിസ്ത്യാനിയും കൂടിയാണല്ലോ. ഞാനൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ എത്തിയാൽ ഞാൻ അവിടെ കന്യാമറിയത്തിൻ്റെ രൂപം വെച്ചിട്ട് ഇതിൻ്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് സർക്കാർ പരിപാടി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം തെറ്റായൊരു നടപടിയാണോ, എത്രത്തോളം സാംസ്കാരിക ഭരണഘടനാപരമായ അശ്ലീലമാണോ, അത് തന്നെയാണ് ഗവർണർ പറഞ്ഞത്. ഈ ഗാന്ധിയും നെഹ്റുവും ഒക്കെ ഉൾപ്പെടുന്ന ചരിത്ര പുരുഷന്മാരെ ഇല്ലാതാക്കാനുള്ള, അതൊക്കെ വെട്ടിമാറ്റാനുള്ള ഒരു ശ്രമം BJP നടത്തുന്നതായിട്ട് തോന്നുന്നില്ലേ? അങ്ങനെ തന്നെയല്ലേ സമീപകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അവരുടെ ഒരു നിലപാടും ഒക്കെ സൂചിപ്പിക്കുന്നത്? എന്താ സംശയമുള്ള? മഹാത്മാഗാന്ധിയും നെഹ്റുവും അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പോലും ചരിത്രം, അത് ഞാൻ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അല്ലെങ്കിൽ മൗലാന അബുൽ കലാം ആസാദിന്റെ ചരിത്രമൊക്കെ ഇന്ത്യയുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്നും പുതിയ കാലത്തെ ചെറുപ്പക്കാരും കുട്ടികളും പഠിക്കേണ്ട സിലബസിൽ നിന്നൊക്കെ വെട്ടിമാറ്റുന്നത് മാത്രമല്ല, അതിനെ വികലമായിട്ട് ചിത്രീകരിക്കുന്നത്, വികൃതമായിട്ട് ചിത്രീകരിക്കുന്നത്, വക്രീകരിക്കുന്നത്, ഇതെല്ലാം സംഘപരിവാറിന് വേണ്ടിയിട്ട് ചരിത്ര നിർമ്മിതി നടത്തുന്നതിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. ഈ രാജ്യത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതിൻ്റെ ഒന്നും ഭാഗമല്ലാത്ത ആളുകൾ, ബ്രിട്ടീഷുകാർക്ക് ഒളിവിലിരുന്ന് ഒളിസേവ ചെയ്യുന്ന തിരക്കിലായിരുന്ന ആളുകൾ, രാജ്യത്തിന്റെ ഹിന്ദു മുസ്ലിം ഐക്യത്തിനെതിരായി പോരാടിയവർ, സ്വാതന്ത്ര്യ സമരത്തിനെതിരായി പോരാടിയവർ, അതിനെ ഒറ്റുകൊടുത്തവർ, 7.5 പതിറ്റാണ്ടിന് ശേഷം ഞങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് നിർമ്മിതികൾ നടത്തുന്ന, അല്ലെങ്കിൽ അവരുടെ പേര് പണ്ടേ ഉണ്ടാവേണ്ടതാണല്ലോ, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഗാന്ധിയുടെ ഹിസ്റ്ററി ഇല്ലാതാക്കണം, നെഹ്റുവിനെ തമസ്കരിക്കണം. അവർക്ക് അധികാരം കിട്ടിയ സ്ഥലത്ത് അവർ നടപ്പാക്കിയ പദ്ധതികൾ അവർക്ക് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ എമ്പുരാൻ സിനിമയ്ക്ക് എഡിറ്റിംഗ് വരുന്നത് എന്തുകൊണ്ടാണ്? ഗുജറാത്ത് കലാപം BJPയുടെ ഒരു ആസൂത്രിത പദ്ധതിയാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് ധൈര്യമില്ലാതെ പോകുന്നു. അപ്പോൾ അവർ നടപ്പാക്കിയ പദ്ധതിയെക്കുറിച്ച് പറയാൻ പോലും അവർക്ക് പറ്റില്ല. ഇനി RSSനെ നമ്മൾ ആലോചിച്ച് നോക്കൂ. RSSനെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നത് ഗാന്ധി ശാഖയിൽ വന്നിട്ടുണ്ട്, ഞങ്ങളായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. വല്ലഭായ് പട്ടേൽ RSSന്റെ നിരോധനം നീക്കി. വല്ലഭായ് പട്ടേലിന്റെയും ഗാന്ധിയെയും നെഹ്റുവിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ RSSനെ സാധൂകരിക്കാൻ നോക്കുന്നത്. അപ്പോഴും RSSന്റെ സ്ഥാപക നേതാക്കന്മാരോ ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരോ സംഘപരിവാറിന്റെ നേതാക്കന്മാരുടെ ഒരു ചരിത്രവും രാജ്യത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നില്ല. രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് അവർ കടം കൊള്ളാൻ നടക്കുന്നത്. ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് രാഹുൽ ഗാന്ധിയെ CPM അതുപോലെ തന്നെ BJPയും ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ CPMനും BJPക്കും ഒക്കെ ഒരുപോലെ കോൺഗ്രസ് നേതാക്കൾ ശത്രുക്കളാകുന്നത്? അത് നമ്മൾ കൃത്യമല്ല. കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി CPM ശ്രമിച്ചിട്ടുണ്ട്. BJPക്ക് മുമ്പ് ആ മുദ്രാവാക്യം പറഞ്ഞത് അവരാ. കോൺഗ്രസിനെതിരായിരുന്നവര്. അതിന് പല ചരിത്ര സന്ധതികളും നമ്മൾ പരിശോധിച്ചറിയാം. ഇപ്പോൾ 80കളിൽ 2 സീറ്റ് ഉണ്ടായിരുന്ന BJP വളർന്ന് ഇവിടം വരെ എത്തുന്നതിൽ ഒരു വലിയ രീതിയിൽ എണ്ണ പകർന്നു കൊടുത്തത് CPM അടക്കമുള്ള പാർട്ടികളാണ്. എങ്കിലും കോൺഗ്രസ് അവരെ വളരാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എല്ലാ വിഭാഗങ്ങളെയും, അത് മതമോ ജാതിയോ ഒന്നും ഒരു വേർതിരിവില്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസ് ഒരുക്കി എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് കോൺഗ്രസ് ഒരുക്കിയെന്ന് വേണമെങ്കിൽ വിമർശന ബുദ്ധിയായി പറയാം. അതാണ് കോൺഗ്രസ്. അതെ, എല്ലാവർക്കും ഇടം കൊടുക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ നമ്മൾക്ക് ചില ചീത്തപ്പേരുകൾ കേൾക്കേണ്ടി വരും. അതിൻ്റെ ദോഷങ്ങൾ സഹിക്കേണ്ടി വരും. അതിന് കോൺഗ്രസ് കൊടുത്ത ത്യാഗമാണ് കോൺഗ്രസിന്റെ ഭരണം നഷ്ടപ്പെട്ടത്. കോൺഗ്രസിന് ഒരിക്കലും മുസ്ലിം വിഭാഗത്തെയോ ഹിന്ദു വിഭാഗത്തെയോ ക്രൈസ്തവരെയോ സിഖുകാരെ മുസ്ലിങ്ങളെ ആരെയും അകറ്റി നിർത്താം. എല്ലാവർക്കും വേണ്ടി പറയുമ്പോൾ കുറെ പേര് നമുക്ക് ശത്രുക്കളാവും. ഏതെങ്കിലും ഒരു പക്ഷത്തെ മാത്രം തൃപ്തിപ്പെടുത്താനാണെങ്കിൽ BJP ആയാൽ മതിയല്ലോ. കോൺഗ്രസിന്റെ പരാജയ കാലത്ത് പോലും കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട്. കാരണം രാഹുൽ ഗാന്ധി ഒരു ടീഷർട്ടും ഒരു പാൻസും ധരിച്ച് ഒരു ഭരണഘടനയുടെ മിനിയേച്ചർ ഫോമും കയ്യിലെടുത്ത് 4081 കിലോമീറ്റർ നടന്നപ്പോൾ ഈ രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചു വന്നില്ലേ? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ നരേന്ദ്രമോദി ശിരസ് കുനിച്ചുകൊണ്ടാണ് അടുത്ത 3ാം മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കടന്നു വന്നത്. 2 ഘട്ടത്തിലും നടന്നില്ല. 1ാം മോദി സർക്കാരും 2ാം മോദി സർക്കാരിന്റെ കാലത്തും ഭരണഘടന അവർ അതിന്റെ മുമ്പിൽ ശിരസ് കുനിച്ചിട്ടില്ലല്ലോ. 3ാമത് വന്നപ്പോൾ ഭരണഘടനയുടെ മുമ്പിൽ ശിരസ് കുനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഭരണഘടനയുടെ പോരാട്ടമായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, അതായത് തുടർച്ചയായിട്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുകയാണ് ഇന്ത്യയിലും രാജ്യത്തും അതെ, അതുപോലെ തന്നെ സംസ്ഥാനത്തും അതെ. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും എങ്ങനെയാണ് കോൺഗ്രസ് ഒരു പ്രതീക്ഷയാകുന്നത്? അതിന്റെ ഒറ്റ തെളിവേ ഉള്ളൂ. ഒരു മനുഷ്യൻ വെറുതെ ഇറങ്ങി ഈ രാജ്യത്തിന്റെ തെരുവ് നടന്നപ്പോൾ 100 സീറ്റിലാണ് കോൺഗ്രസ് ജയിക്കുന്നത്.
കോൺഗ്രസിന്റെ കൂടെ മുന്നണിയുടെ ഭാഗമായ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മറ്റു കക്ഷികളും ചെയ്യും. 240ഓളം സീറ്റിലേക്ക് എത്തുകയാണ്. രാജ്യം ഭരിക്കാൻ 400 സീറ്റിലേക്ക് ഞങ്ങൾ എത്തിയാൽ ഭരണഘടന മാറ്റി എഴുതുന്നു വെല്ലുവിളിച്ച മോദി സർക്കാർ മുട്ടിലിഴഞ്ഞ് വിറച്ചല്ലേ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതെ 3ാം ഘട്ടത്തിലേക്ക് വരുന്നത്. ഇപ്പൊ കോൺഗ്രസ് പ്രതീക്ഷയാണെന്നുള്ളതിന്റെ തെളിവ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതാവ് ജയിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കോൺഗ്രസ് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രമാണ്. ഒരു കാലത്ത് വലിയ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ച് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ശിവസേന ഇന്ന് കോൺഗ്രസിനോടൊപ്പം മതേതരമായിട്ട് നിൽക്കുകയാണ്. RSSന് തുല്യമായിട്ട് മഹാരാഷ്ട്രയിൽ വർഗീയത പറഞ്ഞ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കോൺഗ്രസിനോടൊപ്പം ചേർന്നപ്പോൾ അവരും മതേതര ചേരിയിലേക്ക് മാറുകയാണ്. അവരുടെ സ്വഭാവത്തിൽ അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഇടപെടലിലൊക്കെ ആ മതേതര ബോധം വരുവാണ്. അപ്പൊ ആര് കോൺഗ്രസിനോട് ചേർന്നാലും കോൺഗ്രസിന്റെ ഐഡിയോളജിയാണ് അവരിലേക്ക് പകരുക. പക്ഷെ ആര് RSSനോട് ചേർന്നാലും RSSന്റെ ഐഡിയോളജിയാണ് അവരിലേക്ക് പകരുക. അതിന്റെ ഉദാഹരണമാണ് കേരളത്തിലെ CPMന്റെ ഭരണം. അപ്പം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു CPMഉം BJP ഒരുപോലെ കോൺഗ്രസിനെതിരായിട്ട് വർക്ക് ചെയ്യുന്നു. തീർച്ചയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ 9 വർഷത്തെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കൂ. ഒരു സംഘപരിവാർ സർക്കാർ എങ്ങനെ ഇടപെടുന്നു അതേ രീതിയിലാണ് ഇടപെടുന്നത്. മുഴുവൻ വിഭാഗത്തിലെയും മനുഷ്യരെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ പറ്റും എന്നുള്ള റിസർച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ അതിൻ്റെ കാരണക്കാരായിട്ട് അവർ ജാതിമത സംഘടനകളെയാണ് കാണുന്നത്. ജമാഅത്ത് ഇസ്ലാമി, ക്രൈസ്തവ വിഭാഗം, അല്ലെങ്കിൽ SNDP അടക്കമുള്ള ഈഴവ വിഭാഗം, നായർ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്നൊക്കെ പറയാണ്. തോറ്റതിന് കാരണം നാട്ടുകാർ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല. ആ തിരിച്ചറിവ് ഇല്ലാത്തടത്തോളം കാലം BJP പറയുന്ന രാഷ്ട്രീയവും CPM പറയുന്ന രാഷ്ട്രീയവും ഒന്നാണ്. അതുകൊണ്ടാണ് M സ്വരാജിന് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കണ്ടെയ്നർ യാത്രയാണെന്ന് പറയാൻ തോന്നിയത്. ആ ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടായിട്ടും യെച്ചൂരിക്ക് പങ്കെടുക്കാൻ പറ്റാതെ വന്നത് അത് കേരളത്തിലെ CPMന്റെ സംഘപരിവാർ വൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് ജയിച്ച് UDF ജയിച്ച് ആര്യാട ഷൗക്കത്ത് ജയിച്ചതിന് ശേഷവും നമുക്ക് തോന്നും ഇടതുപക്ഷമാണ് ജയിച്ചതെന്നുള്ള തരത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങൾ അങ്ങ് അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് അങ്ങേക്ക് അതിനോടുള്ള ഒരു പ്രതികരണം? അല്ല, അതിൽ ഒരു വലിയൊരു വൈറലായ ട്രോളുണ്ട്. CPMനെ തോൽപ്പിക്കാൻ പറ്റും, തോൽപ്പിച്ചു എന്ന് സമ്മതിപ്പിക്കാനാണ് പ്രയാസമെന്ന്. അവരിപ്പോഴും വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾ അവരിപ്പോഴും പറയുന്ന ഭരണവിരുദ്ധ വികാരമില്ല എന്നൊക്കെയാണ്. ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ എന്തുകൊണ്ട് M സ്വരാജ് തോറ്റു? അവർ പറയുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്തുകൊണ്ട് M സ്വരാജ് തോറ്റു? ഈ രണ്ട് ഉത്തരം പറയുന്നില്ലല്ലോ. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതൊരു UDFന്റെ മണ്ഡലമാണ് എന്ന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. തൃക്കാക്കര ബൈ ഇലക്ഷനും പുതുപ്പള്ളി ബൈ ഇലക്ഷനും പാലക്കാട് ബൈ ഇലക്ഷനും ചേലക്കര ബൈ ഇലക്ഷനും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ 100 പോവാന്നാ. ഇപ്പൊ 98ലേക്ക് താഴുകയാണ് ചെയ്യുന്നത്. 41 സീറ്റ് ഉണ്ടായിരുന്ന UDF 42 ആകുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിജയാഹ്ലാദമായിട്ട് അത് മാറുകയും 99 സീറ്റ് ഉണ്ടായ CPM LDF 98ലേക്ക് താഴുമ്പോൾ CPMകാരടക്കം അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഭരിക്കുന്ന പാർട്ടി 9 കൊല്ലം കേരളം ഭരിച്ചിട്ടും CPMകാരടക്കമുള്ളവർക്ക് നീതി കിട്ടുന്നില്ല. ഞാൻ സാധാരണ പ്രവർത്തകരാ. എല്ലാ പാർട്ടിയുടെയും സാധാരണ പ്രവർത്തകർ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരാ. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കിട്ടുന്ന സുരക്ഷയൊന്നും സാധാരണ CPMകാരനില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന് 45 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. അത് 11 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് വയ്ക്കാനുള്ള പണമാണ് അല്ലേ? അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് 11 പേർക്ക് വീട് വെക്കായിരുന്നല്ലോ. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് അതിന്റെ പകുതി മതിയല്ലോ. അത് മതി. 200 കോടി രൂപയാണ് സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് ചെലവഴിക്കുന്നത്. 15 കോടി രൂപയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ മുഖം ദേശീയപാതയുടെ ഓരങ്ങളിൽ അടിച്ചു വെച്ച് നിങ്ങൾ ചിരിച്ചോളാൻ പറയുന്നത്. സന്തോഷമാണ് കേരളത്തിലെല്ലാവർക്കും. മുഖ്യമന്ത്രിയുടെ മറ്റേ സെക്രട്ടേറിയറ്റിനകത്തുള്ള ആഫീസിന്റെ ജനൽപ്പാളി ഒന്ന് തുറന്നു വയ്ക്കുക. ഈ ആശാവർക്കർമാരെ കാണാം. 150 ദിവസമായില്ലേ മഴയും മഞ്ഞും വെയിലും കൊണ്ട് അവർ സമരം ചെയ്യുന്നു. ആ പാവം പിടിച്ച സ്ത്രീകളുടെ ചുമലിൽ കയറിയാണ് ഈ സർക്കാർ കോവിഡ് വിരുദ്ധ പോരാട്ടവും അതൊക്കെ നടത്തി വലിയ PR വർക്ക് നടത്തിയത്. ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു. മരുന്ന് ക്ഷാമമുണ്ട്, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നു, രോഗികൾ പ്രതിഷേധിക്കുന്നു. വലിയ കെടുതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ ഒരു പരാജയം ഉറപ്പായിട്ടും ഉണ്ടല്ലോ. ഇപ്പൊ ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ആരോഗ്യവകുപ്പ് ഒരു പരാജയമാണെന്ന തരത്തിലുള്ളത് അത് തെളിവാകുന്ന സംഭവമല്ലേ? ഇന്ന് വളരെ ദയനീയമായിട്ടുള്ളൊരു സാഹചര്യമല്ലേ ഉണ്ടായിട്ടുള്ളത്? ഇത് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും പരാജയവും മാത്രമല്ല, കോട്ടയത്ത് സംഭവിച്ച മരണം അത് 2 മന്ത്രിമാരുടെ മുഖമെനിക്കലിന്റെ ഭാഗമായിട്ട് നടന്ന കൊലപാതകമാണെന്ന് പറയണം. കാരണം അവിടെ അപകടം നടന്നിട്ടും അതിനകത്ത് പരിശോധന നടത്താതെ അന്വേഷണം നടത്താതെ ആരുമില്ല എന്ന് വീണ ജോർജ് എന്ന മന്ത്രി എങ്ങനെ പറയാൻ പറ്റി? വാസവൻ എങ്ങനെ പറയാൻ പറ്റി?
നമ്മളൊരു കെട്ടിടം ഇടിഞ്ഞു വീണാൽ മിനിമം കോമൺ സെൻസിൽ അത് തിരയൂലേ? തിരയാൻ പോകുന്ന ആളുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് 2 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയത് തന്നെ ഇവർ മേനി നടിക്കുന്നതിന്റെ ഭാഗം. ഇവർ മേനി നടിച്ചപ്പോൾ ഒരു പാവം പിടിച്ച സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിന് ഉത്തരം പറയണം. ഇത് ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥ എന്ന് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകൾക്ക് എന്ത് സുരക്ഷയുള്ളത്? ആശുപത്രി വാർഡിനകത്ത് കൂട്ടിയിരിപ്പുകാർ പാമ്പുകടി ഏറ്റുമൽക്കുന്നു, ലിഫ്റ്റിൽ കുടുങ്ങുന്ന മനുഷ്യന്മാര്, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകളെ അവിടുത്തെ ഭരണവിലാസം സംഘടനാ നേതാക്കന്മാർ പീഡിപ്പിക്കുന്നു. അവർക്ക് അതിനെതിരായിട്ട് പരാതി കൊടുത്ത ആ സ്ത്രീയോടൊപ്പം നിന്ന ഹെഡ് നഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡോക്ടർ ഹാരിസിന് എന്താണ് ഹാരിസിന് നിയമ നടപടി ഉറപ്പായിട്ടും അവര് അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി അടക്കം തള്ളി പറയുകയും ബാക്കി മന്ത്രിമാർ അതിനെ ഏറ്റുചൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ അതിനെ എതിരിടുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇവർ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ. മരുന്ന് ക്ഷാമമുണ്ട്, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്, ആവശ്യത്തിന് ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല, അല്ലെങ്കിൽ അറ്റൻഡർമാരില്ല, നഴ്സിംഗ് അസിസ്റ്റന്റുമാരില്ല, നഴ്സുമാരില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ല. ഇതിനൊന്നും മറുപടി ഇല്ലല്ലോ. ഇതിനെല്ലാം ഇവർ പറയുന്നത് ഇവർ കുറേ റീൽസ് എടുക്കും, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെയാണ്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ കേരളം ആരോഗ്യ രംഗത്ത് അത്രയും പുറകോട്ട് പോയിന്നാ. ഒരു നാട് രോഗികളുടെ എണ്ണം കുറയുമ്പോഴല്ലേ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവ്. രോഗികളുടെ എണ്ണം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യം കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കുക. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതല്ല ഒരു ആരോഗ്യ മേഖലയുടെ വിജയത്തിന്റെ വളർച്ചയുടെ സ്കെയിലായിട്ട് പറയേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതൊക്കെ ഈ മഴക്കാലമാകുമ്പോൾ ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന കാലത്ത് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇത് ആസൂത്രിതമാണെന്ന് സംശയമുണ്ട്. സ്വകാര്യ മരുന്ന് കമ്പനികൾ മെഡിക്കൽ ലോബിക്ക് വേണ്ടിയിട്ട് നടന്ന ആസൂത്രണമാണെന്ന്. കാരണം സ്വകാര്യ ആശുപത്രിയുടെ ചുറ്റുവട്ടത്തായിട്ട് ഒരു ലാബോ ഒരു സ്കാനിങ് സെന്ററോ മെഡിക്കൽ ഷോപ്പോ നമ്മൾ കാണാറില്ല. സർക്കാർ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് ലാബുകൾ കുമിഞ്ഞുകൂടുന്നു, മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ വരെ വരുന്നു. മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇത് ആര് വാങ്ങാനാണ് ഈ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അടക്കം വിൽക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്? അവിടെ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ അതിന്. ആ മേടിക്കുന്ന ആരായിരിക്കും? ഇപ്പൊ സ്വാഭാവികമായിട്ടും മന്ത്രി പറയുന്ന കള്ളമാണ്. നാട്ടിലെ രോഗികളെയും രോഗികളുടെ ബന്ധുക്കളിൽ നിന്നും പിരിവെടുത്ത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിയാണ്, ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിയാണ് ചികിത്സ നടക്കുന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്ന മനുഷ്യരിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, LDFകാരുണ്ട്. അവരെല്ലാവരും ഇതിന് മറുപടി പറയാൻ ഇടതുപക്ഷ അനുഭാവിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരെ പറയുന്ന ഒരുപാട് സാധാരണ ജനങ്ങളുണ്ട്. നമ്മൾ ഇതിലൊരു ഈ ടേമിനൊരു പ്രശ്നമുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും പലരും മാധ്യമ ചർച്ചയിൽ ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇടതുപക്ഷം പിണറായി പക്ഷം, വലതുപക്ഷം കോൺഗ്രസിന്റെ UDFന്റെ പക്ഷമെന്ന്. ഈ ഇടത് വലത് എന്ന് പറയുന്ന ടെർമിനോളജിക്ക് ഒരു പ്രശ്നമുള്ളത്. കോൺഗ്രസ് ഒരു വലതുപക്ഷമൊന്നുമല്ല. കോൺഗ്രസ് സെൻട്രൽ ലെഫ്റ്റ് ആണ്, ഇടതുപക്ഷം തന്നെയാണ്. ഇത് ഇടതാണോ വലതാണോ ഒരു മുന്നണിയുടെ പക്ഷമെന്ന് തീരുമാനിക്കുന്നത് അവരെടുക്കുന്ന നിലപാടാണ്. സാധാരണക്കാരോട് അവരെങ്ങനെയാണ് ഇടപെടുന്നത്, സങ്കടങ്ങളും വിലാപങ്ങളും സഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ എങ്ങനെ അവർ അഡ്രസ്സ് ചെയ്യുന്നു. അവർക്ക് കാത് കൊടുത്ത മനുഷ്യൻ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി കതറ് ധരിച്ചത് കൊണ്ടും കോൺഗ്രസ്സുകാരനായതുകൊണ്ടും വലതുപക്ഷമല്ല, അയാൾ ഒരു നല്ല ഇടതുപക്ഷക്കാരനായിരുന്നു. അവരെ പോലുള്ള മനുഷ്യർക്ക് കാത് കൊടുക്കാതെ 24 കവചിത വാഹനങ്ങളുടെയും 900 പോലീസിന്റെ അകമ്പടിയോടുകൂടി വലിയ അടിയും ബഹളമായിട്ട് യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തീവ്ര വലതുപക്ഷമാണ്. ഒരു സംശയം വേണ്ട. നമ്മുടെ നേതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും ഭരണകർത്താക്കൾക്കും സാധാരണ മനുഷ്യരുമായിട്ടുള്ള ഈ കണക്ഷൻ നഷ്ടപ്പെട്ടതാണ് ഇപ്പൊ കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നം. റേഷൻ കടയിൽ പോയിട്ട് റേഷൻ കിട്ടാതെ തിരിച്ചു പോകുന്ന മനുഷ്യർ പല കാരണങ്ങളുണ്ട്. അത് വിതരണക്കാർ കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ POS മെഷീൻ വർക്ക് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഈ കാലി സഞ്ചിയായിട്ട് പോകുന്ന മനുഷ്യരുടെ ആയിട്ട് ഇവരെപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ സങ്കടത്തോടെ പോയി നോക്കുന്ന മനുഷ്യരെ കുറിച്ച് ഇവർ സംസാരിച്ചിട്ടുണ്ടോ? വെളിച്ചെണ്ണയുടെ ഇന്നത്തെ വില എത്രയാ? 400 ചില്ലാൻ രൂപയാണ്. അരി, പച്ചക്കറി, പലവ്യഞ്ജനം. മനുഷ്യർ ജീവിക്കാൻ വേണ്ടി നട്ടം തിരിയുക. 1600 രൂപ പെൻഷൻ കിട്ടുന്ന മനുഷ്യർക്ക് മാസങ്ങളായിട്ട് അത് കിട്ടുന്നില്ല. അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ടോ? ക്ഷേമനിധി കിട്ടാതായിട്ട് 20-21 മാസമായി. അവരെങ്ങനെ ജീവിക്കുന്നു? 100 കണക്കിന് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ, നമ്മൾ താഴെക്കടയിലുള്ള മനുഷ്യരെ പലതായിട്ട് തട്ടുതിരിച്ചിട്ടുണ്ട്. ഹീമോഫീലിയ രോഗികളുണ്ട്, എൻഡോസൾഫാൻ രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട്, മറ്റ് പലതരത്തിലുള്ള രോഗങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. ഇതൊന്നുമല്ലാത്ത ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാവം പിടിച്ച മനുഷ്യരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കൊള്ളയടി തുടരുക. എന്നിട്ട് 15 കോടി രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ മുഖം ദേശീയപാതയോരത്ത് അടിച്ചു വെച്ചിട്ട് കേരളം ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാമതാന്ന് പറഞ്ഞാൽ MV ഗോവിന്ദന് മാത്രമേ ചിരിക്കാൻ തോന്നുള്ളൂ, വേറെ ആർക്കും ചിരിക്കാൻ തോന്നില്ല. അതിന്റെ തെളിവാണ് നിലമ്പൂർ കണ്ടത്. ഇപ്പോൾ ഞാൻ നിലമ്പൂർ UDFന്റെ പരമ്പരാഗത മണ്ഡലമാണെന്നുള്ള പിണറായി വിജയൻ പറയുന്നത്.
അങ്ങനെയാണ് ഈ ചേലക്കര ആരുടെ മണ്ഡലം? പരമ്പരാഗതമായിട്ട് LDF ഭരിക്കുന്നല്ലേ. 40,000 വോട്ടിന് 2021 പൊതുതെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ച മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് 12,000 വോട്ടിലേക്ക് അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞത്? 28,000 വോട്ട് കുറഞ്ഞത് എങ്ങനെയാ? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ 2.5 കൊല്ലം മുമ്പ് വോട്ട് ചെയ്ത മനുഷ്യർ പിന്നെ എങ്ങനെ ആ ചിഹ്നം കണ്ടപ്പോൾ വോട്ട് ചെയ്യാതിരുന്നു? അതിന് മറുപടിയും കൂടി പറയണമല്ലോ. LDFന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ അവരുടെ ഭൂരിപക്ഷം കുറയുക എന്ന് പറഞ്ഞാൽ 28,000 വോട്ട് കുറയുക എന്ന് പറഞ്ഞാൽ തോറ്റതിന് തുല്യമാണ്, ഒരു സംശയവും വേണ്ട. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പെർസെൻറ്റേജ് വെച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. പെർസെൻറ്റേജ് വെക്കുകയാണെങ്കിൽ കേരളത്തിൽ LDF UDF തമ്മിൽ വലിയ വ്യത്യാസം വോട്ട് ശതമാനത്തിലില്ല. സീറ്റ് കിട്ടണല്ലേ ഭരണത്തെ തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അതിശക്തമായിട്ട് കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.